ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. നമ്മൾ ഷോർട്സിൽ മാത്രം അങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ അനിയത്തിയും ആകെയുള്ള ഒരു അനിയത്തിയും അനിയനും ഖത്തറിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ വിളിക്കാൻ പോയതും എല്ലാം കൂടെ ഒരു വ്ളോഗ് ആക്കാമെന്നാണ് വിചാരിച്ചതാണ്. അപ്പോൾ ഫസ്റ്റ് കാണിച്ച ബൊക്കെ ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി അവർ വരുമ്പോൾ പിള്ളേരെ കൊണ്ട് ആരെങ്കിലും കൊടുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു ബൊക്കെയാണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തതാണ്. കാരണം 3 മണിയാകുമ്പോൾ എയർപോർട്ടിൽ പോകണമായിരുന്നു അവരെ വിളിക്കാൻ വേണ്ടിയിട്ട്. 1:30 ആയപ്പോഴാണ് ഞാൻ കേക്കിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വളരെ തുച്ഛമായ സമയത്ത് നമുക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ വേണം. അതിൻ്റെ ഇടയിൽ ബൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തട്ടിക്കൂട്ടി എന്തൊക്കെയോ ഒരു ബൊക്കെ ആക്കി എടുത്തു. 3 ഫ്ലവറൊക്കെ വെച്ചാണ് ചെയ്തത്. പക്ഷേ എയർപോർട്ടിൽ ചെന്നപ്പോഴാണ് നമ്മൾ നഗ്ന സത്യം അറിഞ്ഞത്. 2 ഫ്ലവർ മാത്രമേ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം വീട്ടിൽ തന്നെയാണോ വണ്ടിയിലാണോ എവിടേക്കോ മിസ്സായിട്ടുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, നമ്മളൊരു സന്തോഷത്തിന് കൊടുക്കണതാണ്. ഇപ്പം അതിനകത്ത് ഇപ്പോൾ ഒരു ഫ്ലവർ എവിടെ പോയി നിന്ന് ആരും ചോദിക്കുന്നില്ലല്ലോ. അങ്ങനെ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചിന്നാടെ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ കുഞ്ഞിനെ എൻ്റെ മിക്ക വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ കൂടെ എല്ലാത്തിനും എൻ്റെ പുറകെ ഉണ്ടാവാറുണ്ട്. ഇത് അവളുടെ ആങ്ങളെ കേട്ടോ മായിൻ. അവനും എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു ഭൂതത്താങ്കെട്ട് പോയ വീഡിയോയിൽ ഞാൻ അവനെപ്പറ്റി കുറേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ മാമാടെ വീട്ടിൽ നിന്നുള്ള വണ്ടിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ വീട്ടിലെ വണ്ടി മാത്രം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ പറ്റില്ല. അതുകൊണ്ട് മാമാടെ വീട്ടിൽ നിന്ന് വണ്ടി അങ്ങനെ ചോദിച്ച് വാങ്ങിയതാണ് കേട്ടോ. ഇതൊരു ബൊലേറാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോണ വഴി വീട്ടിൽ പോയി അത്തച്ചീനെയും അമ്മച്ചീനെയൊക്കെ പിക്ക് ചെയ്തുകൊണ്ടാണ് പോയത്. അങ്ങനെ നമ്മൾ പോയി എയർപോർട്ട് എത്തി. ഇതിന് മുമ്പ് എയർപോർട്ട് എത്തുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഇത് ഞാൻ കാണിച്ചെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഐഷു അവിടെ വാള് വയ്ക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് കുറച്ചധികം ലോങ് പോയിട്ട് അതും കാറിലാണെങ്കിൽ വോമിറ്റ് ചെയ്യും കേട്ടോ. ഓട്ടോയൊക്കെ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ബസ്സിലും വോമിറ്റ് ചെയ്യും, ഭയങ്കര പാടാണ്. അപ്പോൾ കുറച്ചധികം ലോങ് ഒക്കെ പോകാമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യണതിന് തൊട്ട് മുമ്പുള്ള ഒരു ടാബ്ലറ്റ് കൊടുത്തിട്ടാണ് കൊണ്ടുപോകാറുള്ളൂ. പക്ഷേ ഇത് നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടില്ല. അങ്ങനെ വലിയ ലോങ് ആയിട്ടൊന്നും പോയതല്ലല്ലോ, ജസ്റ്റ് എയർപോർട്ടിലേക്ക് അവരെ പിക്ക് ചെയ്യുന്നു വരുന്നു. പക്ഷെ അതിന് കുറച്ചധികം ട്രാവലൊന്നും ഇല്ല. എന്നാലും 1 മണിക്കൂറിൻ്റെ ട്രാവൽ ഉണ്ട്. അതൊന്നും ഞാൻ അത്ര ഓർത്തില്ല. അങ്ങനെ ടാബ്ലറ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഒരുപാട് വയറ്റിൽ വലിയ കാര്യമായിട്ട് ഫുഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ഓവറായിട്ട് വൊമിറ്റ് ചെയ്തൊന്നുമില്ല. ഓവറായിട്ടില്ലെങ്കിലും ചെറുതായിട്ടാണെങ്കിലും വൊമിറ്റ് ചെയ്താൽ പിന്നെ പാടാലോ. പിന്നെ അവൾ കറക്റ്റ് ടൈമിൽ പറഞ്ഞത് കാരണം കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ വന്നു. എയർപോർട്ടിൽ വന്നിട്ട് കുറേ ടൈം ഡിലേ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ശരിക്കും പേടിച്ച് വരച്ചാട്ടോ വന്നത്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്ന നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കവല എത്തിയപ്പോൾ തന്നെ അവർ ഫ്ലൈറ്റ് ലാൻഡ് ആവുമെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആകെ ടെൻഷനായി. ഇറങ്ങി വരുന്ന ടൈമിൽ അവിടെ ഉണ്ടാവില്ലേ, അവരെ കാണാൻ പറ്റില്ലേ, വീഡിയോ എടുക്കാൻ പറ്റില്ലേ എന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പോണ വഴിക്ക് വണ്ടിയും ചെറുതായിട്ട്, അത് നമ്മുടെ ഭാഗത്തുള്ള പ്രശ്നമാണ്. അതായത് വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവന് വണ്ടി ഓഫായി കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്യണതിന് ചെറിയൊരു പ്രശ്നം വന്നതാണ് കേട്ടോ. മറ്റുള്ള വണ്ടികളിൽ നിന്ന് ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു ബൊലേറോയിൽ. പിന്നെ ആ ടൈമിൽ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ അവനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് വേഗം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1.5 മണിക്കൂർ നേരത്തെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് അവരങ്ങനെ ഇറങ്ങി വരികയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ അവർ രണ്ടുപേരും മാത്രമല്ല, അവരുടെ കൂടെ അവരുടെ ഒരു കസിനും അവളുടെ ഉമ്മായും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവൾ ഡെലിവറി കഴിഞ്ഞിട്ട് വന്നതാണ്. ഡെലിവറി കഴിഞ്ഞിട്ട് 40 ദിവസം അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ബേബി ആയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരുടെയും ടിക്കറ്റൊക്കെ ഒരേ സമയത്ത് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ക്ലാസ്സിൽ കൂടെ നോക്കിയപ്പോൾ തന്നെ അവർ വന്നത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എത്തിയപ്പോൾ തന്നെ പിള്ളേരെ അങ്ങോട്ട് ഓടി ചെന്നിട്ടുണ്ടായിരുന്നു. മമ്മു ആദ്യം തന്നെ ഓടി ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐറൂനോട് അപ്പം തന്നെ ബൊക്കെയൊക്കെ ആയിട്ട് പോയി കൊടുക്കാൻ പറഞ്ഞു. നമ്മളങ്ങനെ ആർക്കും കൊടുക്കാനൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇന്നാപ്പിക്കാണ് കൊടുക്കുള്ളൂ എന്നാണ് വിചാരിച്ചത്. ഇന്നാപ്പി എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിനെ പിള്ളേർ അങ്ങനെയായിട്ട് വിളിക്കുന്നത്. പക്ഷേ അവളെന്തോ ഓടിപ്പോയി ആദ്യം തന്നെ അവനക്ക് കൊടുത്തു, അതായത് മാമാക്ക് കൊടുത്തു. നമ്മളൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല. അവൾക്ക് ചിലപ്പോൾ ആദ്യം കണ്ടത് അവനെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും അങ്ങനെ കൊടുത്തത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു ബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. 2 പേർക്കും ഒരുമിച്ച് ഒരുമിച്ച് അങ്ങോട്ട് കൊടുക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അപ്പോൾ നമ്മൾ വിചാരിക്കും പോലെ നടക്കണമെന്നില്ലല്ലോ. രണ്ടുപേരും രണ്ടിതായിട്ടല്ലേ വന്നത്. പിന്നെ അവരുടെ വീട്ടിൽ നിന്ന്, അതായത് അനിയൻ്റെ ഉമ്മായും വാപ്പായും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ വണ്ടിയിൽ. പിന്നെ ഇവർ പോയിട്ട് 1 വർഷം പോലും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു 8-9 മാസം എന്തോ ആയിട്ടുള്ളൂ വന്നിട്ട്, ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയിട്ട്. അങ്ങനെ എല്ലാവരും സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞവർ വന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ആയിട്ട് അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. തിങ്കളാഴ്ച വെളുപ്പിനെ ഇവിടെ എത്തി, അതായത് 24-ാം തീയതി വെളുപ്പിനെ ഇവിടെ എത്തി. പക്ഷേ എൻ്റെ തിരക്കും ഒക്കെ കാരണം കൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ടൈം താമസം വന്നു. അതങ്ങനെയാണ് കേട്ടോ. കറക്റ്റ് സമയത്ത് ഒരു വീഡിയോയും അപ്ലോഡ് ചെയ്യാൻ എനിക്കിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പറ്റാറില്ല. അൽഹംദുലില്ലാ ഇപ്പോൾ എൻ്റെ ചാനൽ കുറച്ച് റീച്ചൊക്കെ ആയി. 10K സബ്സ്ക്രൈബേഴ്സിൻ്റെ മുകളിൽ ഇപ്പോൾ 15K ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. എനിക്ക് തോന്നുന്നു ആ സമയം എപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഡിലേ വന്നത്. അതിനു മുമ്പ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. സാധാരണ കുറച്ച് റീച്ചൊക്കെ ആയി തോന്നുമ്പോൾ നമുക്ക് കുറച്ചധികം ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും വീഡിയോ എങ്ങനെയെങ്കിലും ടൈം ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ സാഹചര്യം പിന്നെ ഒട്ടും അനുവദിക്കുന്നില്ല. കാരണം അത്രയും തിരക്കാണ്. കുറച്ച് സമയമെങ്കിലും നമ്മളൊന്ന് കിടന്ന് ഉറങ്ങണമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഡിലേ വന്നതാട്ടോ. വേണ്ട ഇതൊന്നും
അതെ അതെ അതെ. അപ്പോൾ അവൾ ഇന്ന് പറയണതാണ് എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും എങ്ങോട്ട് പോകാനാണെങ്കിലും കൂട്ടിനും ഇപ്പോൾ എനിക്കൊരു ഹാമ്പർ കൊടുക്കണതിൻ്റെ വീഡിയോ എടുക്കണതിനും എല്ലാത്തിനും ഞാൻ കുഞ്ഞിനെയാണ് വിളിച്ച് വരുത്താറ്. അതുപോലെ അവളുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കും ഞാൻ കൂടെ പോകാറുണ്ട്. അവൾക്ക് എക്സാം എഴുതാൻ ഇന്നാൾ പോയ ടൈമിൽ അങ്ങനെയൊക്കെ വിളിച്ച്, പിന്നെ എന്നെ വിളിക്കണതിനൊരു ലിമിറ്റ് ഉണ്ട്, അവളെ വിളിക്കണ പോലെ അല്ലല്ലോ. എനിക്ക് ചെറിയ പിള്ളേരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പോണതിന് ലിമിറ്റ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, മിക്കവാറും കേക്കിൻ്റെ വർക്കിൽ ഞാൻ ബിസി ആയിരിക്കും. അതുകൊണ്ട് എന്നെ വിളിച്ചാൽ മിക്കവാറും കിട്ടലില്ല. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾക്കൊന്നും അങ്ങനെ എന്നെ വിളിക്കാറില്ല. പക്ഷേ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അവളെ വിളിച്ചു എത്തും. അവൾ ഫ്രീ ആണെങ്കിൽ വരുകയും ചെയ്യും. ഫ്രീ അല്ലെങ്കിൽ എങ്ങനെയും ഫ്രീ ആക്കിയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇനി അനിയത്തി വന്നു കഴിഞ്ഞാൽ അവളുടെ ആവശ്യമില്ല എന്നൊക്കെ വെറുതെ ഇരുന്ന് പറയുന്നതാണ് കേട്ടോ. അങ്ങനെയൊക്കെ വെറുതെ കിടന്ന് കേൾപ്പിക്കൽ മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും അവൾ വരികയും ചെയ്യും. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും വരും. അങ്ങനെ നമ്മൾ അവരെ പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും പിന്നെ പിള്ളേരെയും കൊണ്ട് അവരുടെ കാറിൽ പോയിട്ടോ. പിള്ളേരെന്ന് പറഞ്ഞാൽ ഐഷു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഐഷുവിന് പൊതുവേ കാറിൽ കയറൽ ഭയങ്കര മടിയുള്ള കാര്യമായി, വൊമിറ്റ് ചെയ്യണ കാര്യം ഓർത്തിട്ട്. അപ്പോൾ കാറിനെ വെച്ച് നോക്കുമ്പോൾ ബെറ്ററാണ് ബൊലേറോ എന്നുള്ള രീതിയിൽ അവൾ വന്നില്ല എന്നും പറഞ്ഞ് മമ്മു വയറും അവരുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മളോടും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിലേക്ക്. അതായത് അവരുടെ ലഗേജ് കുറച്ച് ബോക്സ് എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മുടെ വണ്ടിയിൽ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ അല്ല കേട്ടോ, ബാക്കിൽ സീറ്റ് ഫുള്ളായിട്ട് മടക്കി വെച്ചിട്ട് അവിടെ 2 ബോക്സ് എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് മാത്രമല്ല, അല്ലെങ്കിൽ അവരങ്ങോട്ട് നേരെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരോട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് 7-8 മണി എന്തോ ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അവിടെ പോയി നല്ല കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് പോയത്. അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പക്ഷേ പിന്നെ എന്നെപ്പോലെ വീഡിയോയുടെ ഭ്രാന്തൊന്നും അവിടെയുള്ളവർക്കില്ല. അപ്പോൾ ഒരു ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കണതിൻ്റെ ഒന്നും എടുത്തിട്ടില്ല. പത്തിരി, അപ്പം, പൊറോട്ട, ബീഫ് കറി ഒക്കെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൂടി അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നോക്കിയപ്പോൾ സോയിൽ വീട്ടിൽ വന്ന് കയറിയിട്ട് അവൻ്റെ ഫ്രിഡ്ജ് തുറന്ന് നോക്കണ്ട കേട്ടോ. അവൻ്റെ എപ്പോഴുള്ളൊരു വീക്ക്നെസ്സാണ് ഫ്രിഡ്ജ് തുറന്ന് നോക്കുക എന്നുള്ളത്. അങ്ങനെ എൻ്റെ വീട്ടിൽ വരുമ്പോഴും അവൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കും. ഫ്രിഡ്ജ് ഒരു കാര്യമല്ല, വെറുതെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വണ്ടി കയറി വീട്ടിൽ പോയിട്ടോ.